Hello, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ആട്ടിൻ തല വരട്ടിയതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഇത് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് നമുക്ക് ഗീ റൈസിന്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തി, പുട്ട്, പത്തിരി ഇതിന്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു മട്ടന്റെ തലയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലേ നമുക്ക് നന്നായിട്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ കഴിക്കാനും ഈസി ആവുള്ളൂ. പിന്നെ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ രോമങ്ങളൊക്കെ പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സൂക്ഷിച്ചിട്ട് ക്ലീൻ ചെയ്യാം. ഇത് നമുക്ക് ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ല വേവുണ്ട്. അപ്പോൾ നമുക്കിത് കുക്കറിൽ ഒരു 6 വിസിൽ അടുപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ഫലവും പോവും. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് വേവണം. അപ്പോൾ നമുക്ക് കുക്കറിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ 6 വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മട്ടൻ വേവുന്ന ആ ഒരു ടൈം കൊണ്ട് മസാല ആക്കിയെടുക്കാം. അതിനായിട്ട് മീഡിയം സൈസിൽ 2 സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഒരു വലിയ തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു വലിയ ബോള് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കുമ്പോൾ നാടൻ സാധനങ്ങൾ എടുക്കാൻ നോക്കുക. അതിന് കുറച്ച് ടേസ്റ്റ് നന്നായിട്ട് കിട്ടും നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ഒരു കൈപ്പിടി നിറയെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് കല്ലിൽ വെച്ചിട്ട് ചതക്കിയാണ് എടുക്കുന്നത്. ഗ്രൈൻഡറിൽ വെച്ചിട്ട് പേസ്റ്റ് ആക്കണില്ല. നാടൻ സാധനങ്ങളാകുമ്പോൾ നമുക്ക് ചതക്കി എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചതക്കിയെടുക്കാം. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത്. ഈ കുരുമുളകിൻ്റെ പൊടി നമ്മൾ എരിവിനനുസരിച്ച് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ പച്ചമുളക് എടുക്കുന്നതും നമ്മൾ എരിവിനനുസരിച്ചിട്ട് എടുത്തു കൊടുക്കുക. പിന്നെ 2.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് ഉലുവ പൊടിച്ചതും. ഇതിൽ ഞാൻ മുളക് പൊടി ഇതിൽ ചേർത്ത് കൊടുക്കണില്ല. അതിന് പകരം പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളകാണ് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ വെളിച്ചെണ്ണ. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത്. ഗ്യാസുമ്പോൾ സാധാരണ ചട്ടി വെക്കുമ്പോൾ നമുക്കൊന്ന് അങ്ങനെ പുകഞ്ഞ് വരാറുണ്ട്. നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പുകച്ചിൽ ഇല്ലാതിരിക്കും. അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്കിങ്ങനെ കറിവേപ്പില എണ്ണയിലിട്ട് കൊടുത്താൽ. അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. സവാള അരിയുമ്പോൾ ഇങ്ങനെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്താൽ നമുക്ക് വേഗം വാടി കിട്ടും. അപ്പോൾ ഞാൻ ചെറിയ പീസായിട്ടാണ് ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാള ഒന്ന് വാടാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചുവന്നുള്ളി ചതക്കിയിട്ട് ചേർത്തി കൊടുക്കുക. ഒരിക്കലും പേസ്റ്റ് ആക്കി ചേർത്തി കൊടുക്കരുത്. ഇതിലേക്കൊന്ന് ചതക്കിയിട്ടാണ് ചേർത്തി കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. ഒരു ഗോൾഡൻ കളറാക്കിയിട്ട് എടുക്കണം. കരിഞ്ഞു പോവാതെ നോക്കുക. അപ്പോൾ ഗോൾഡൻ കളറാക്കിയിട്ട് നമുക്കിതെടുക്കാം. ഇപ്പോൾ നമ്മൾ സവാളയും അതുപോലെ തന്നെ ചുവന്നുള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത് വാടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ ചതക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക് ഇത് ചേർത്തി കൊടുക്കാം. പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങളെ എരിവനുസരിച്ചിട്ട് ചേർത്തി കൊടുത്താൽ മതി. അപ്പോൾ കുറവ് എരിവുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് ചേർത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് പേസ്റ്റ് ആക്കി എടുക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടാവുക ചതക്കി എടുക്കുമ്പോഴാണ്. അപ്പോൾ ഈ റെസിപ്പി ചെയ്യുമ്പോൾ നിങ്ങൾ ചതക്കി എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേന് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടും. ഈ സമയത്ത് നമുക്ക് ഇതിനൊന്നൊരു സൈഡിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മളിത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണയൊക്കെ ചെറുതായിട്ട് ഇറങ്ങി വരും. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മല്ലിപ്പൊടി, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ എല്ലാ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഇറങ്ങി വന്ന വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ എണ്ണയിൽ കിടന്നിട്ട് ഇത് റോസ്റ്റായി വരുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അതുപോലെ ഫ്ലെയിം നമ്മൾ ചെറുതാക്കി ഇട്ട് കൊടുക്കുക.
ഈ മസാല പൊടി ഒന്നും കളർ ചേഞ്ച് ആവുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലൊന്നും മാറി വരികയും ചെയ്യും. ഇത് വറുത്ത് കൊടുക്കുമ്പോൾ കരിഞ്ഞു പോവാതെ നോക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ കയറ്റി വെച്ചിട്ടുള്ള സവോള എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഈ മസാലയിൽ നമ്മൾ ഈ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇങ്ങനെ മിക്സ് ആയപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്തി കൊടുക്കുകയാണ്. ഒരു തക്കാളി, ഒരു വലിയ തക്കാളിയാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താണ്. അത് എന്നിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തക്കാളി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഞാൻ നേരത്തെ ഉള്ളിയൊക്കെ വെച്ച ആ പാത്രം ഒന്ന് വെള്ളം ചുഴറ്റിയതാണ്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അതിനായിട്ട് ഞാൻ 2 ടീസ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നിർബന്ധമൊന്നുമില്ല, ഒന്ന് വേഗം ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്താണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ഇട്ട് കൊടുക്കുക. ഞാനൊരു 6 വിസിൽ അടുപ്പിച്ചതാണ്, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഇതിൻ്റെ എല്ലൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ അതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല, പക്ഷേ അത് വെന്ത് കഴിഞ്ഞപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മട്ടൻ്റെ എല്ലിൻ്റെ ഭാഗത്തേക്കും എല്ലാ ഭാഗത്തേക്കും ഈ മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉപ്പ് നോക്കുക. നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല, ജസ്റ്റ് ആ മട്ടനിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ മട്ടൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കുക. അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കാം. ഇവിടെ ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്പൈസി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പെപ്പറും കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട്. അപ്പം അത്ര സ്പൈസി താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട, ഞാൻ ഇവിടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മട്ടൻ്റെ ആ ഒരു കുത്തലില്ല, ആ ഒരു ഫ്ലേവർ മാറാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഗരം മസാല. അപ്പോൾ അധികം ചേർത്തി കൊടുക്കണ്ട, ഒരു 1/2 ടീസ്പൂൺ മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയും ഈ മട്ടൻ്റെ തലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇത് സെപ്പറേറ്റ് വേവിച്ചുകൊണ്ട് ഇതിലെ മസാല ഒന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം ഈ മസാലയൊക്കെ ഇടുന്നിട്ട് ഒന്ന് സെറ്റ് ആവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കാനായിട്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ അതിലധികം വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ, ചട്ടി ആയതുകൊണ്ട് തന്നെ നന്നായി പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ അത്ര പ്രശ്നം വരില്ല. അപ്പോൾ നമുക്കത് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമ്മൾ തുറന്നിട്ടൊന്ന് ഇളക്കി നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ച് പോകും. വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ ചട്ടി ആയതുകൊണ്ട് വേഗം അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കണ്ടില്ല ഇങ്ങനെ എണ്ണയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ എണ്ണ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം, അപ്പോഴാണ് നമ്മളെ കറി നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇത് കുറച്ച് നേരം വെച്ചിട്ട് കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ ഉണ്ടാക്കി അപ്പോഴത്തേനെക്കാട്ടും കുറച്ച് നേരം ഇരുന്നിട്ട് കഴിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഡ്രൈ ആക്കി എടുക്കാം. ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഇത് സ്റ്റോപ്പ് ചെയ്യണത്. അതുപോലെ തന്നെ നമുക്ക് തൂമിച്ച മണം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചുവന്നുള്ളി ഇട്ടിട്ട് തൂമിച്ചിട്ട് ഇതിൽ ചേർത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹെൽത്തിയും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ആടിൻ്റെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പത്തിരിയുടെ കൂടെ അതുപോലെ തന്നെ ഗീ റൈസ്, ചപ്പാത്തി, പുട്ട് ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക്